ശ്രീ MK ഹരിദാസ്. ഇവിടെ VC രജിസ്ട്രാർ ഒപ്പം 16 സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഇതിൽ ഈ 16 സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ഒരു CPI അംഗമുണ്ട്, ഒരു കേരള കോൺഗ്രസ് മാണി അംഗമുണ്ട്. ബാക്കി എല്ലാവരും ഇടതുപക്ഷക്കാരാണ്. അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കോളേജ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവർക്കാണ് SFIയുടെ മേൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും കൊണ്ടുവരാൻ കഴിയാത്തത്. അതായത് അവർ ഈ നിബന്ധന ഇറക്കുന്നു, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് SFI ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഗേറ്റിൽ അവർ സമരം നടത്തുന്നു. ഒരു പക്ഷേ സമരം അതിരുകടക്കും എന്നുള്ളതുകൊണ്ട് ഇതേ VCയും രജിസ്ട്രാറും കഴിഞ്ഞ ദിവസം, അതായത് 11/7 വെള്ളിയാഴ്ച പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഈ SFI വിദ്യാർത്ഥികളിന്മേൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, ഒരു സർവകലാശാലയെ സംബന്ധിച്ച് അതിൻ്റെ ക്രമസമാധാന അന്തരീക്ഷം അതിലെ അധികൃതർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ SFI ആണോ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? SFI അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ അത് ആർക്കു വേണ്ടി എന്നുള്ളതാണ്. SFIക്ക് സകല ഒത്താശയും നൽകാൻ പുറത്തുനിന്ന് ചില ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ടോ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ബാഹ്യശക്തികൾ ഉണ്ടെങ്കിൽ ഈ SFIയും ആ ബാഹ്യശക്തികളുടെയും ലക്ഷ്യം ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഹോസ്റ്റൽ മുറികൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളത് തന്നെയാണോ? എനിക്ക് പരിചയമുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു പ്രാദേശിക നേതാവ്, കുറച്ച് സ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഇവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വരയ്ക്ക് അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈയിടെ എന്നോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കള്ളുഷാപ്പിന്റെ പിന്നിലുള്ള പൊന്തക്കാട്ടിലെ കുറെ യുവാക്കളല്ല വിദ്യാർത്ഥികൾ സ്ഥിരമായിട്ട് ഒത്തുകൂടുന്നുണ്ട്. അവർ മദ്യപിക്കാനാണ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാണ്ട് ഈ കള്ളുഷാപ്പിന്റെ പിന്നിലേക്ക് വരണ്ടല്ലോ. അപ്പൊ ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇദ്ദേഹം അവിടുത്തെ പ്രാദേശിക DYFI നേതാക്കന്മാരോട് പറഞ്ഞു, നമുക്ക് ഇത് അവസാനിപ്പിക്കണം, അവിടെ നടക്കുന്നത് നല്ല കാര്യങ്ങളല്ല. അപ്പോ അദ്ദേഹത്തെ ഈ DYFIയുടെ നേതാക്കൾ ഉപദേശിച്ചത് ഇങ്ങനെയാണ് അത്ര, ആ ഇരിക്കുന്ന കുട്ടികളിലെ ഏകദേശം ഒരു 90% നമ്മുടെ വിദ്യാർത്ഥി സംഘടനയുടെ ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിപ്പിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണിയവും പോവുക. അതുകൊണ്ട് തൽക്കാലം സഖാവതിൽ നിന്ന് പിന്മാറുകയാണ് ബുദ്ധി എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു അത്ര. ഇതൊരു നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണാമെങ്കിലും നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്നതുമായിട്ട് കൂട്ടി വായിച്ചിട്ടുള്ള പേരുകളിലെ കഴിഞ്ഞ 9 വർഷവും 2 മാസവും നീണ്ടു നിൽക്കുന്ന ഭരണത്തിന്റെ തണലില് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേര് SFIയുടെ പേരാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. DYFIക്കാരുടെ പേരാണ്. ഇപ്പൊ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മാന്യദേഹം പറഞ്ഞതുമാതിരി തന്നെ ആലപ്പുഴയിലെ ഒരു DYFI നേതാവ് ലോറി വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ, ലോറി ഇപ്പൊ എനിക്കൊരു വാഹനം ഉണ്ടെങ്കിൽ ഞാനത് വിട്ടുകൊടുക്കുമ്പോൾ ചോദിക്കും ഇത് എന്ത് കൊണ്ടുപോകാനാണെന്നുള്ളത്. പക്ഷെ അദ്ദേഹം അത് ചോദിച്ചില്ല എന്നുള്ള ഒരു വഴുക്കൻ ന്യായീകരണമാണ് നമുക്കതിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ലഹരി മാഫിയയുടെ ആയാലും ബലാത്സംഗ കേസിലായാലും സ്ത്രീ പീഡനങ്ങളുടെ മറ്റു വശങ്ങളിലുള്ള കേസുകളായാലും പോക്സോ കേസുകളായാലും കഴിഞ്ഞ 9 വർഷവും 2 മാസത്തിനുള്ളിലും നമ്മൾ കേട്ടിട്ടുള്ള പേരുകളിൽ കൂടുതലും DYFIക്കാരും അതുമാതിരി തന്നെ SFIക്കാരും CPM പ്രവർത്തകരുമാണ് എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണത്തിന്റെ തണലില് എന്തഴിഞ്ഞാട്ടവും നടത്താമെന്ന് ഈ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ബോധം ഇവിടുത്തെ മാതൃ സംഘടനയ്ക്ക് ഉണ്ട് എങ്കിൽ തല നേരെ നിന്ന രോഹിണി വാലാടില്ല. ഇത്തരത്തിലുള്ള ഇപ്പൊ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് ഒരു മഹൽ വനിത ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ 9 വർഷവും 2 മാസത്തിനുള്ളിലാണെന്നുള്ളത് മനസ്സിലാക്കണം. ഗ്രാജുവേഷൻ പാസ്സാവാത്ത വ്യക്തി പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചതും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതും ഈ 9 വർഷവും 2 മാസത്തിനുള്ളിലാണെന്നുള്ളത് മനസ്സിലാക്കണം. പരീക്ഷ എഴുതാതെ ഒരു SFI നേതാവ് ഉന്നത മാർക്ക് നേടി വിജയിച്ചിട്ടുള്ളതും ഈ 9 വർഷവും 2 മാസത്തിനുള്ളിലാണെന്ന് മനസ്സിലാക്കണം. ഈ സംഭവങ്ങളൊക്കെ കത്തി നിൽക്കുമ്പോൾ ഈ CPM എന്ന് പറയുന്ന നേതൃത്വം പറഞ്ഞത് SFIയെ താക്കീത് ചെയ്യാനും SFIയെ നിയന്ത്രിക്കാനും സമയമായി എന്ന് പറഞ്ഞതല്ലാതെ എന്ത് നിയന്ത്രണമാണ് SFIക്കും DYFIക്കും ഒക്കെ എതിരെ ഇവർ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. കാരണം കുപ്പിയിൽ നിന്നും തുറന്നുവിട്ട ഭൂതമാണ് ഇത്തരത്തിലുള്ള SFI നേതാക്കളും DYFI നേതാക്കളും ഇവിടെ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തിരിച്ചവരെ കുപ്പിയിൽ കയറ്റിയാൽ അവർക്ക് വിളിച്ചു പറയാനുള്ളത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പിന്നീട് രാഷ്ട്രീയ നേതൃത്വം ഇല്ലാതാവേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഇപ്പോ PK ശശിയുടെ പ്രശ്നത്തില് അതിലേക്കൊന്നും കടക്കുന്നില്ല. PK ശശിയുടെ പ്രശ്നത്തില് PK ശശി അടഞ്ഞപ്പോ ബിഗ് ബിയിലെ മമ്മൂട്ടിയുടെ ഡയലോഗിനെ അദ്ദേഹം കൂട്ടുപിടിച്ചിട്ടുള്ളത് നമ്മളോടോ അല്ലെങ്കിൽ
കോൺഗ്രസ്സുകാരോടോ സ്വതന്ത്രരായി നിൽക്കുന്ന എന്നോടോ അല്ലെങ്കിൽ രോഹിണിയോടോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനോടാണ് അദ്ദേഹം അത്തരത്തിലുള്ള വാക്ക് പറഞ്ഞത് എന്ന് പോലെ തന്നെ ഇവരെ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാർത്ഥി സംഘടനയെ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിവൈഎഫ്ഐയെ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. കാരണം അവരെ കൊണ്ട് കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിച്ച ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വിളിച്ചു പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലില്ല, ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയാകും. രോഹിണിക്ക് ഓർമ്മ ഉണ്ടാവും, ജസ്റ്റിസ് കഡ്ജുവിനെ ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പോയപ്പോ എന്താണ് ഉണ്ടായത്? വാട്ട് ഈസ് ദ ഡിവൈഎഫ്ഐ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാനും ഈ ഡിവൈഎഫ്ഐയിൽ കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ 65 വയസ്സുണ്ട്. പിന്തിരിഞ്ഞു നോക്കിയാൽ എന്റെ ഒരു 30-35 വയസ്സ് വരെ ഒരു ജസ്റ്റിസും ഇത്തരം ഒരു പരിപാടിക്ക് പോയാൽ എന്താണ് ഡിവൈഎഫ്ഐ എന്ന് ചോദിക്കില്ല. അത് ഇപ്പോഴത്തെ മരുമോൻ മന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിക്കുന്ന വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇത്തരത്തിലുള്ള SFIക്കാർ മൂത്ത ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ സംഘടനയുടെ തലപ്പത്ത് ചെന്നപ്പോ ആ ഡിവൈഎഫ്ഐയും അതപ്പതിച്ചു, SFIയും അതപ്പതിച്ചു. ഇവരെ നിയന്ത്രിക്കേണ്ട CPM കേവലം കാഴ്ചക്കാരായി ഇരിക്കുന്ന ഒരു വസ്തുതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവിടെ ഇത്തരത്തിലുള്ള ഈ കാലടി സർവകലാശാലയിൽ 11 മണിക്ക് പോലും കൂടണയാൻ തയ്യാറാവാതെ ലഹരി മാഫിയയുടെ കൂട്ടുകെട്ടുകൊണ്ട് അതിനായിട്ടുള്ള പ്രയത്നങ്ങൾക്ക് വേണ്ടി അവർക്ക് സമയം 11 മണി പോരാ എന്ന് പറയുന്ന ഇവർ തന്നെയാണ് ഒരു ക്യാമ്പസിൽ പാവപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ റാഗിംഗ് എന്ന ഓപനം പേര് നൽകിയിട്ട് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയത് എന്നുകൂടി നമ്മൾ കൂട്ടി വായിക്കണം. എന്തായിരുന്നു അവിടുത്തെ ഇൻസ്പിറേഷൻ? ഇതൊക്കെ തന്നെയാണ്, ലഹരി തന്നെയാണ് അവരെ കൊണ്ട് അത് ചെയ്യിച്ചതെന്ന കാര്യത്തിൽ സംശയവുമില്ല. അവർ ആരായിരുന്നു? അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിൽ 8-9 പേരിൽ 8 പേരും SFIക്കാരായിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇത്തരത്തിൽ SFIയെ കയറൂരി വിടുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് ഇവരുടെ മാതൃസംഘടന ഇനിയും മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ അത് കേരളത്തിൽ വലിയൊരു ദുരന്തമാണ് വിതയ്ക്കാൻ പോകുന്നത്. ഒറ്റ വരി കൂടി പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഈ വിഷയത്തിൽ, കാലടി സർവകലാശാലയുടെ ഈ വിഷയത്തിൽ രോഹിണി നിങ്ങൾക്കൊരു ചർച്ച കൂടി നടത്തേണ്ടി വരും. കാരണം ഈ വിഷയത്തിൽ SFI മുൻപോട്ട് വെച്ച ആശയം കാലടി സർവകലാശാലയുടെ ഭരണസമിതിക്ക് അംഗീകരിക്കേണ്ട ഗതികേടിലേക്ക് അവരെത്തും വിധം ഇവർ വലിയൊരു, നമ്മൾ പറയില്ലേ, കാളിയനായിട്ട് വളർന്നു കഴിഞ്ഞു എന്നുള്ളൊരു സത്യം രോഹിണി കൂടി മനസ്സിലാക്കണം, ഇതിന്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം. അതെ, തീർച്ചയായും. അതുകൊണ്ടാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പകൽ സമയങ്ങളിൽ, അതായത് സാധാരണ ക്യാമ്പസ് പ്രവർത്തിക്കേണ്ട രാവിലെ 9 മണി മുതൽ 4 മണി വരെ അവിടെ പലപ്പോഴും വിജനമാണ്. പല കുട്ടികളും ക്ലാസ്സിൽ വരാറില്ല. വിജനമായി കിടക്കുന്ന, ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ് മുറികളാണ് കാണാൻ കഴിയുക. പക്ഷേ വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ വിദ്യാർത്ഥികൾ വരുന്നത് കാണാം. രാത്രി മുഴുവൻ അവിടെ സജീവമാകുന്നു. പുറത്തുനിന്നുള്ള ധാരാളം പേർ അവിടെ എത്തിച്ചേരുന്നു. ഹോസ്റ്റൽ മുറിക്കുള്ളിലേക്ക് കയറുന്നു. ഇതൊക്കെ ആരാണ്, എന്തിനാണ് വരുന്നത്, എങ്ങനെയാണ് ഇവർ വരുന്നതും പോകുന്നതും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. അത്രമാത്രം ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ക്യാമ്പസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അതിനുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് വ്യക്തമാക്കിയത്.